ബംഗാളിന്റെ തെരുവുകളിൽ ഖേല ഹോബെ എന്നും വിളിച്ചു കൂവി അഹങ്കാരത്തിന്റെ ആകാശത്തിരുന്ന മമതാ ബാനർജി ഒടുവിൽ നിലംപൊത്തിയിരിക്കുന്നു. 15 വർഷത്തെ ആധിപത്യം ഒരൊറ്റ മോദി തരംഗത്തിൽ ഒലിച്ചുപോയപ്പോ സ്വന്തം ഭവാനിപൂർ മണ്ഡലത്തിൽ പോലും തോറ്റോടിയ ആ പഴയ മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെയാണ് എന്നറിയാമോ? അതെ, ഡൽഹിയിലാണ്. പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് പോലെ പ്രതിപക്ഷ സഖ്യത്തിന് ഊർജം പകരാനല്ല ഈ വരവ്. സ്വന്തം പാർട്ടിയിലെ 20 ലോക്സഭാ എംപിമാർ തനിക്കിട്ട് പണിയും കൊടുത്ത് BJP പാളയത്തിലേക്കോ അതോ വിമത ചേരിയിലേക്കോ കൂടുമാറാതിരിക്കാൻ കൈകൂപ്പി കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡൽഹി യാത്ര. ബംഗാളിൽ BJPയുടെ സുവർണ സിംഹാസനം ഉയരുമ്പോൾ മമതയുടെ സാമ്രാജ്യം എങ്ങനെയാണ് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത്? ഒടുവിൽ മരുമകൻ അഭിഷേക് ബാനർജിയുടെ ചിറകും ദീദി തന്നെ അരിഞ്ഞിടുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ആ വൻ സസ്പെൻസ് പുറത്താകുന്നു. വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് മമതാ ബാനർജിയുടെ ആ പഴയ അഹങ്കാരം. കേന്ദ്ര സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുക, നുണകൾ പ്രചരിപ്പിക്കുക, ബംഗാളിനെ സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ ഭരിക്കുക, ഇതൊക്കെ ആയിരുന്നു ദീദിയുടെ പ്രധാനപ്പെട്ട വിനോദങ്ങൾ. എന്നാൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു, കണ്ടു മടുക്കുന്നുണ്ടായിരുന്നു. അഴിമതിയും ഗുണ്ടായിസവും കൊണ്ട് ബംഗാളിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച മമതയ്ക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത്. 294 സീറ്റുകളിൽ 208 സീറ്റുകളും വാരിക്കൂട്ടി BJPയുടെ സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മമതയുടെ രാഷ്ട്രീയ അധ്യായത്തിന് അവിടെ അന്ത്യം കുറിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ചില നിർണായകമായ ട്വിസ്റ്റുകളാണ് നമ്മളെ നമ്മളെ ഞെട്ടിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പോലും മമത തോറ്റപ്പോൾ അപ്പോഴേ മമതയ്ക്ക് വിരളി പിടിച്ചിരിക്കുകയാണ്. അധികാരം കയ്യിലിരുന്നപ്പോൾ കാട്ടിയ സിംഹവീര്യമൊക്കെ ഇപ്പോൾ ഒന്നും നടത്താൻ സാധിക്കുന്നില്ലല്ലോ. ഭരണമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി വെറും ഒരു വട്ടപ്പൂജ്യമാണെന്ന് മമതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. പക്ഷേ അണിയറയിൽ നടക്കുന്നത് മമത ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ചില നാടകീയ നീക്കങ്ങളാണ്. മാപ്പറുകൾ നൽകാത്ത ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പിലേക്കാണ് നീങ്ങുന്നത്. പിളർന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് കാര്യങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന് ആകെ ലോക്സഭയിൽ ഉള്ളത് 29 എംപിമാരാണ്. ഇതിൽ 20 പേരെങ്കിലും മമതയ്ക്കെതിരെ പരസ്യമായി കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞു എന്നതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ വിമതമായി മാറി. യഥാർത്ഥ തൃണമൂൽ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. നിയമസഭയ്ക്ക് പിന്നാലെ പാർലമെന്റിലും ഇതാ വിള്ളൽ വീഴാൻ പോകുന്നു. കാകോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിൽ 18 മുതൽ 20 വരെ ലോക്സഭാ എംപിമാർ സ്പീക്കർ ഓം ബിർളയെ കണ്ട് തങ്ങളെ പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാനായി ഒരുങ്ങുകയാണ്. ഇതിലും വലിയൊരു രാഷ്ട്രീയ നാണക്കേട് മമതയ്ക്കിനി വരാനില്ലല്ലോ. തൻ്റെ പഴയ അഹങ്കാരവും പ്രതാപവും ധാർഷ്ട്യവും ഒക്കെ എല്ലാം മാറ്റിവെച്ച് അതൊക്കെ മൂലയ്ക്ക് അല്ലെങ്കിൽ വേണ്ട ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് വിമത എംപിമാരെ കണ്ട് ദയവായി എന്നെ ചതിക്കല്ലേ, എന്നെ കൈവിടല്ലേ, പാർട്ടിയിലേക്ക് ഒന്ന് തിരിച്ചു വരൂ എന്ന് അപേക്ഷിക്കാനാണ് മമത ഇപ്പോൾ ഡൽഹിയുടെ തെരുവുകളിൽ അലയുന്നത്. BJPയുടെ ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്വന്തം അണികളെ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ദീദിയുള്ളത്. പിന്നെ അധികാരം പോയതോടെ മമതയുടെ ആ പഴയ ബംഗാൾ കടുവ എന്ന ഇമേജൊക്കെ വെറും ഒരു പാവയായി മാറിയിരിക്കുന്നു എന്നത് മറ്റൊരു കാര്യം. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് തകരാൻ പുറത്തുനിന്നുള്ള ആരും ശ്രമിക്കേണ്ടി വന്നില്ല. മമതയുടെ തന്നെ അമിതമായ കുടുംബസ്നേഹം അതിന് ധാരാളമായിരുന്നു. തൻ്റെ മരുമകൻ അഭിഷേക് ബാനർജി അവൻ്റെ വിലാസങ്ങൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടെ പാർട്ടിയുടെ സർവാധിപതിയാകാൻ മമത നടത്തിയ ശ്രമങ്ങളൊക്കെയാണ് ഇന്ന് പാർട്ടിയിൽ വൻ വിള്ളലുണ്ടാക്കിയത്. മുതിർന്ന നേതാക്കളെ അധിക്ഷേപിച്ചും അഴിമതിക്ക് കൂട്ടുനിന്നും അഭിഷേക് ബാനർജി കാട്ടിയ ധാർഷ്ട്യത്തിനൊടുവിൽ മമത തന്നെ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പാർട്ടിയിലെ വൻ കലാപം തണുപ്പിക്കാൻ മമത ഒടുവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. മരുമകൻ അഭിഷേകിന്റെ ചിറകിന് ക്ലിപ്പിടുക, അല്ലെങ്കിൽ വേണ്ട അരിഞ്ഞങ്ങ് വീഴ്ത്തുക. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് അഭിഷേക് തുടരുമെങ്കിലും അയാൾക്ക് മുകളിലായി 2 പുതിയ ഉപാധ്യക്ഷന്മാരെ കൂടി മമത അടിയന്തരമായി നിയമിച്ചിട്ടുണ്ട്. അഭിഷേകിനെതിരെ ഉയർന്നു വന്ന ശക്തമായ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ മമത നിർബന്ധിതയായി എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതായത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ആ കസേര പിടിച്ചു വെക്കണം, അത് തന്നെ. പക്ഷേ ദീദി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ. മരുമകനെ രക്ഷിക്കാൻ മമത നടത്തുന്ന ഈ അവസാനവട്ട ശ്രമങ്ങൾ പാഴാകുകയുള്ളൂ.
കാരണം പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷ നേതാക്കളും എംപിമാരും ഇന്ന് അഭിഷേക് ബാനർജിയുടെ ഏകാധിപത്യ ഭരണത്തിൽ മടുത്ത് സുരക്ഷിതമായ മറ്റ് താവളങ്ങൾ തിരയുകയാണ്. അവർക്ക് തൃണമൂൽ വേണമെന്നൊരു നിർബന്ധവുമില്ല. അതിൽ അവർക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ BJP തന്നെയാണ്. കാരണം ഇന്ന് അധികാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തും അവിടെ ഉള്ളത് BJP ആണ്. ഇനി മമത പങ്കെടുക്കാൻ പോകുന്ന ആ പ്രഹസനമായ ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് വരാം. മാധ്യമങ്ങൾ ഇതിനെ വലിയൊരു പ്രതിപക്ഷ കൂട്ടായ്മയായി ചിത്രീകരിക്കാൻ ഇഷ്ടംപോലെ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം തികച്ചും പരിതാപകരമാണ്. ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തകർന്ന അവസ്ഥയിലാണുള്ളത്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ കാര്യം നമുക്കറിയാമല്ലോ. തെന്നിന്ത്യയിലെ പ്രമുഖ പാർട്ടിയായി DMK ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് DMKയെ അനാവശ്യമായി പിണക്കിയതാണ് ഇതിന് കാരണം. അങ്ങനെ വേണ്ട, പിന്നിൽ നിന്നും കുത്തി എന്ന് തന്നെ പറയാം. DMK ഇല്ലാത്ത പ്രതിപക്ഷ സഖ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ജാർഖണ്ഡിലെ JM നേതാവ് ഹേമന്ത് സോറനും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യമില്ല. കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവത്തിൽ മനം മടുത്താണ് സോറനും മാറി നിൽക്കുന്നത്. ഇനി മഹാരാഷ്ട്രയുടെ കാര്യം എടുത്താലോ? NCP നേതാവായ ശരത് പവാറും ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പകരം തൻ്റെ പേരക്കുട്ടി രോഹിത് പവാറിനെ വെറും ഒരു ചടങ്ങിനായി പങ്കെടുപ്പിച്ചേക്കാം എന്ന് അദ്ദേഹം അത്രമാത്രം വിചാരിച്ചു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ വമ്പന്മാരില്ലാത്ത ഈ യോഗത്തിലേക്ക് മമതാ ബാനർജി പോയാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മമതയെ ഇന്നൊരു ദുരന്തമാണ്. അപ്പോൾ അതിലും വലിയ ദുരന്തമായി ഇന്ത്യ മുന്നണിയിലേക്ക് അവർ പോയിരിക്കുന്നത് എന്തിനാണ്? ദുരന്തം കൂട്ടാനോ? രാഹുൽ ഗാന്ധിയും മമതയും തമ്മിലുള്ള തീരാത്ത ഈഗോ വൈരാഗ്യം ഈ യോഗത്തെ ഒരു തല്ലുമാലയാക്കി മാറ്റുന്നതിൽ മറ്റൊരു സംശയം വേണ്ട. എന്തായാലും താനാണ് പ്രതിപക്ഷത്തിന്റെ ക്യാപ്റ്റൻ എന്ന് രാഹുൽ ചിന്തിക്കുമ്പോൾ ഭരണം പോയെങ്കിലും തന്റെ അഹങ്കാരത്തിന് കുറവില്ലാത്ത ദീദി ആകട്ടെ അത് അംഗീകരിക്കാൻ തയ്യാറേ അല്ല. പിന്നെ രാഹുൽ ഗാന്ധിക്ക് എന്ത് ഭരണം എന്ന് ചോദിച്ചാൽ അത് പിന്നെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യോഗം തുടങ്ങിയ മിനിറ്റുകൾക്കകം രാഹുലും മമതയും തമ്മിലടിച്ച് ഈ മുന്നണി പൂർണ്ണമായും തകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്നായിരിക്കും മിക്കവാറും ഇന്ത്യ മുന്നണിയുടെ അന്ത്യം. മമതയുടെ ഈ പതനം ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. വർഷങ്ങളായി തൃണമൂലിന്റെ ഗുണ്ടാരാജ് കാരണം വികസനം എന്താണെന്ന് പോലും അറിയാത്ത ബംഗാൾ ജനത ഇന്ന് BJPയുടെ ഭരണത്തിന് കീഴിൽ പുതിയൊരു പുലരി കാണുകയാണ്. സുവർണ ബംഗാൾ എന്ന സ്വപ്നം കാണാൻ അവർ തുടങ്ങുകയാണ്. നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഇന്ന് ബംഗാളിലെ ഗ്രാമങ്ങളിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിത്താഴ്ന്ന തൃണമൂൽ നേതാക്കൾ ഇപ്പോൾ ഓരോരുത്തരായി ജയിലിലേക്കും പിന്നെ കൂറുമാറാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. BJP സർക്കാർ ബംഗാളിനെ വ്യവസായ സൗഹൃദവും സമാധാനപരവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രമസമാധാനം തകർത്ത സ്ത്രീ പീഡകർക്ക് കുടപിടിച്ച മമതയുടെ ഭരണത്തിന് ജനങ്ങൾ നൽകിയ ഈ ശിക്ഷ ബംഗാളിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. ഇനി എത്രയൊക്കെ ഡൽഹിയിൽ പോയി ആക്ഷേപിച്ചാലും അല്ലെങ്കിൽ അപേക്ഷിച്ചാലും സ്വന്തം MPമാരുടെ കാല് പിടിച്ചാലും മമതയ്ക്ക് തൻ്റെ രാഷ്ട്രീയ അന്ത്യം തടയാൻ കഴിയില്ല. കാരണം ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ പൂർണ്ണമായും കൈവിട്ട് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തൃണമൂലിൻ്റെ ആ 20 വിമത MPമാർ എടുക്കാൻ പോകുന്ന ആ അന്തിമ തീരുമാനം എന്തായിരിക്കും? അവർ BJPയിലേക്ക് ചേക്കേറുമോ അതോ തൃണമൂലിന് പൂർണ്ണമായും പിടിതെറിയുമോ? പുതിയൊരു തൃണമൂലിന് ഉദയം കൊടുക്കുമോ? അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും വിലവയ്ക്കാതിരുന്ന മമത ബാനർജിക്ക് കാലം കാത്തുവച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. സ്വന്തം പാർട്ടിയിലെ MPമാരെ ഭയന്ന് മരുമകന്റെ അധികാരവും വെട്ടിക്കുറച്ച് ഡൽഹിയിൽ അപേക്ഷയുമായി കാത്തു നിൽക്കുന്ന ദീദിയുടെ ഈ അവസ്ഥ രാഷ്ട്രീയ ലോകത്തിന് വലിയൊരു പാഠമാണ്. അപ്പോൾ വളർത്തിക്കൊണ്ട് വന്നവരെ പിഴുതെറിയാൻ നോക്കിയാൽ ഇങ്ങനെ സംഭവിക്കും. ബംഗാൾ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ആ വലിയ കൊടുങ്കാറ്റ് തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? തൃണമൂലിൻ്റെ കഥ കഴിഞ്ഞോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.